ചെറുപ്പത്തിൽ മുതലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു സിവിൽ സർവീസ് എന്നുള്ളത്. പക്ഷേ ഈ ആഗ്രഹം എന്നിലേക്ക് വരുന്നത് എൻ്റെ ടീച്ചേഴ്സും എൻ്റെ കൂട്ടുകാരുമാണ് ആദ്യം ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്. കാരണം ഒത്തിരി ക്വിസ് പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ചെറുപ്പം മുതലുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വിസ് പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ടീച്ചർമാരും കൂട്ടുകാരും പറയുമായിരുന്നു, പഠിത്തത്തിനേക്കാൾ എക്സ്ട്രാ നോളജ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അവന്യൂസോ അല്ലെങ്കിൽ അതൊന്ന് ശ്രമിച്ചുകൂടെ എന്നുള്ളൊരു ആഗ്രഹം അവരാണ് ആദ്യം മനസ്സിൽ മുളപ്പിച്ചത്. അതിനുശേഷം സ്കൂളിലുള്ള പിന്നീടാണെങ്കിലും അല്ലെങ്കിൽ കോളേജിലാണെങ്കിലും കുറച്ച് നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോളേജിൽ തന്നെയാണെങ്കിലും കോളേജ് യൂണിയൻ ചെയർമാൻ ആവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ടീച്ചേഴ്സും എൻ്റെ കൂട്ടുകാരും ഐഡൻറ്റിഫൈ ചെയ്തതാണ് എൻജിനീയറിങ്ങിനൊക്കെ കൂടുതൽ ഒരുപക്ഷെ എനിക്ക് കൂടുതൽ എൻ്റെ കഴിവുകൾ എല്ലാവർക്കും വിനിയോഗിക്കാൻ കഴിയുക സിവിൽ സർവീസിലേക്ക് വരുമ്പോഴായിരിക്കും എന്നുള്ള ഒരു സജഷൻ എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും മുമ്പോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ അവരുടെ ഒരു ബാക്കിങ്ങും കൂടി കൂടിയിട്ടാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത്. ഈ ഒരു നല്ല പ്രോത്സാഹനം കിട്ടുമ്പോൾ തന്നെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഇതായിരിക്കാം ജീവിതത്തിലെടുക്കുന്ന ഒരു നല്ല തീരുമാനമായിരിക്കും സിവിൽ സർവീസ് പരിശീലനത്തിന് ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു തീരുമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. പ്രിപ്പറേഷൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ഞാൻ ക്വിസും പരിപാടികളും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പത്രം വായന ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആദ്യത്തെ മിഥ്യാധാരണ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം വായിച്ചാൽ മാത്രം കയറാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അതല്ല സിവിൽ സർവീസ് എന്ന് ആണ് പിന്നീട് മനസ്സിലായത്. കാരണം ആഴത്തിലുള്ള വായനയും പരത്തിയുള്ള വായനയും രണ്ടും അനിവാര്യമാണ് സിവിൽ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരന്നൊരു വായനയിലൂടെ ആയിരുന്നു ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷേ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒത്തിരി പുസ്തകങ്ങളും ഒത്തിരി വീഡിയോസും അല്ലെങ്കിൽ ഒത്തിരി ഗൈഡൻസും ഒക്കെ ആവശ്യമായിട്ട് വന്നു. അതിനുശേഷം ഞാൻ ഈ എക്സാമിനെ പറ്റി ശരിയായ ഒരു ധാരണ ഉണ്ടായതിനു ശേഷമാണ് എൻ്റെ പ്രിപ്പറേഷൻ ശരിയായ വഴിയിലേക്ക് പോയത്. അപ്പോൾ അറിവുള്ളവരുമായിട്ട് സംസാരിച്ചു, ഇതിനു വേണ്ടി മുമ്പ് പ്രിപ്പയർ ചെയ്തവരുമായിട്ടും ആശയങ്ങൾ വിനിമയം ചെയ്തു. അതിനുശേഷമാണ് ഈ പ്രിപ്പറേഷൻ്റെ വഴിയിലേക്ക് മാറിയത്. അതിനുശേഷം ഈ പറയുന്ന പോലെ വായിക്കേണ്ട എല്ലാവരും വായിക്കുന്ന ചില ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, കുറച്ച് കോമൺ ആയിട്ടുള്ള സോഴ്സസുകളുണ്ട്. ഇതെല്ലാം റെഫർ ചെയ്തിട്ടാണ് പിന്നീട് പരിശീലനം പോയത്. പരിശീലനം അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഫേസാണ്. കാരണം നമ്മൾ വായിക്കുന്നത് തന്നെ ആയിരിക്കണം എന്നില്ല ചോദിക്കേണ്ടത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം, സെൽഫ് ഫീഡ്ബാക്ക് നമ്മൾ തന്നെ ഉണ്ടാകണം. നമ്മൾ വായിക്കുന്നത് ശരിയാണോ, ഇതൊക്കെ തന്നെയാണോ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മളോട് മാത്രമല്ല, എന്നോട് ചേർന്ന് നിന്ന് ഒത്തിരി പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ് തന്ന് നേരായിട്ടുള്ള വഴിയിലേക്ക് നടത്തിയേക്കുന്ന അധ്യാപകരും കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇന്ന് ഈ റാങ്ക് ലഭിച്ചിരിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഇനി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം 10 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്യുന്നൊരു ജോലിയാണ് സിവിൽ സർവീസ്. അതിൽ ഏകദേശം 1000-ഓളം ആളുകൾ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണക്കിലെ കളി ഇപ്പോൾ മനസ്സിലായി കാണും, വളരെ ചെറിയൊരു ശതമാനം മാത്രം എത്തിപ്പെടുന്ന ഒരു ജോലിയാണിത്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാ വർഷവും 10 ലക്ഷത്തിൽ നിന്ന് പിന്നീട് 15 ലക്ഷത്തിലേക്കും അല്ലെങ്കിൽ ഇനിയും കൂടാൻ പോവുകയാണ് ഈ ആസ്പിറൻസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം ഈ 1000-ലെത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. കാരണം ചിട്ടയായ പരിശീലനവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും. കാരണം ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഈ ഒത്തിരി ക്വിസ് പ്രോഗ്രാമിലും അല്ലെങ്കിൽ എക്സ്ട്രാ നോളജ് ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ കയറി പോകാൻ പറ്റുമെന്നുള്ളൊരു ധാരണ ആദ്യം ഉണ്ടായിരുന്നു. അത് ആദ്യം തന്നെ തിരുത്തപ്പെട്ടു. കാരണം ഇത് സത്യം പറഞ്ഞാൽ മറ്റേ ആമയുടെയും മുയലിൻ്റെയും ഓട്ട മത്സരമാണെങ്കിൽ ആമ ജയിക്കുന്ന ഒരു മത്സരമാണ് സിവിൽ സർവീസ്. കാരണം ചിട്ടയായ പരിശീലനവും ഹാർഡ് വർക്കും ഉള്ളവർ ആദ്യം കിട്ടിയില്ലെങ്കിൽ പോലും പിന്നീട് ഇതിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, സിവിൽ സർവീസിനെ പറ്റി ശരിയായ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. കാരണം എനിക്കാണെങ്കിലും എൻ്റെ ആദ്യത്തെ തവണ ഞാൻ എക്സാം എഴുതിയത് എൻ്റെ ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ചിട്ട് പോയിട്ടാണ്. അവൻ ഇത്രേ പറഞ്ഞോളൂ, എൻ്റെ അടുത്ത് 100 രൂപ മാത്രം കൊടുത്താൽ മതി എക്സാം എഴുതാൻ, അതിന് ചാൻസസിൻ്റെ കാര്യം അങ്ങനെ ഒന്നും പറഞ്ഞില്ലായിരുന്നു. അതിൻ്റെ സിലബസും കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് വെറുതെ പോയി എഴുതുവാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു ചാൻസ് കളയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചാൻസ് എടുക്കുന്നതിന് മുമ്പ് എക്സാം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിനോട് കൂടി പോയി കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഗൈഡൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ സർവീസ് കിട്ടിയ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ സർവീസ് ജസ്റ്റ് മിസ്സായിട്ടുള്ള വർഷങ്ങളായി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആളുകളുണ്ടാകും. അപ്പോൾ അവരോട് കൂടി സംസാരിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയ ശേഷം എനിക്ക് വളരെ ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും, ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇതിൻ്റെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉടനെ അല്ലെങ്കിലും വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും എത്തിപ്പിടിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.